അംശു മുമ്പേ ഒരുക്കുന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലെ നാടൻപാട്ട് മത്സരത്തിന് മുന്നോടിയായി നടന്ന പരിശീലന ക്യാമ്പിലെ വിശേഷങ്ങളാണ് പോയ വാരം ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. തുടർ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹായ് പ്രണവ്. ഹായ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രണവ്? ഞാനിപ്പോൾ 7ലേക്കായി. 7th ആയതേ ഉള്ളൂ. ഓക്കെ, വെക്കേഷൻസ് ഒക്കെയാണോ? വെക്കേഷൻ സ്കൂൾ സ്റ്റാർട്ടായോ? സ്കൂൾ സ്റ്റാർട്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ സെമി ഫൈനൽസിനൊക്കെ പ്രിപ്പയർ ചെയ്യുക? കുറേയൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവില്ലേ? പഠിക്കാനുണ്ടാവും. അതിനും ഒരു ടൈം വയ്ക്കും, പാട്ടിനും ഒരു ടൈം വയ്ക്കും. എത്ര പാഷനായിട്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? പാട്ട് ഇഷ്ടമാണ്, വളരെ ഇഷ്ടം. നല്ലോണം പാടിക്കൊണ്ടിരിക്കും? പാടും കേൾക്കും. ഓക്കെ. എങ്ങനത്തെ പാട്ടാണ് ഇഷ്ടം? കൂടുതലും മെലഡീസ് ഇഷ്ടം. അപ്പോൾ എല്ലാം ഫുള്ളി പ്രിപ്പയർഡ് കോമ്പറ്റീഷന് വേണ്ടി? ഓക്കെ. ഷുവർ, ഈ സ്പിരിറ്റ് കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് ഷുവറാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഹായ് അഞ്ജലി. ഹായ്. എങ്ങനെയുണ്ട് ഫീലിംഗ് ഒക്കെ? സെമി ഫൈനലിസ്റ്റ് ആണല്ലോ അഞ്ജലി. നല്ല സന്തോഷമുണ്ട് ഒരു നല്ല റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിയതിന്. ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ മുംബൈയിലൊക്കെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് മുംബൈയിലൊരു റിയാലിറ്റി ഷോ. അഞ്ജലിയുടെ പെർഫോമൻസും അഞ്ജലിനെയൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഒരു ചോട്ടാ പാക്കറ്റ് ബടാ ധമാക്ക. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും അഞ്ജലി ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ അല്ലേ? നല്ല ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ്. ഇത് പ്രായപരിധികളില്ലല്ലോ, അപ്പോൾ വലിയ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ കൂടിയാണെങ്കിൽ കുറച്ച് ടഫാണ്. നല്ല എക്സ്പീരിയൻസ്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും തമ്മിൽ എൻകറേജ് നല്ല രസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ് സെമി ഫൈനൽസിന്? ഇപ്പോൾ പ്രിപ്പയർഡ്. എവറിത്തിങ് ഈസ് റെഡി. ഫുൾ പവർ പാക്ക് പെർഫോമൻസിന് വേണ്ടി റെഡിയാണ്. ഹായ് ഐശ്വര്യ. ഹലോ. ഐശ്വര്യ, ഇത്രയും നന്നായിട്ട് ചിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയുന്നത് ചിരിക്കില്ല എന്ന്. അവർ വെറുതെ കളിയാ, ചുമ്മാ പറയുന്നത്. അതെ, അവർ ഐശ്വര്യ ചിരിയൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രം റിസർവ് ചെയ്ത് വെച്ച സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടി മാത്രം. വ്യൂവേഴ്സിനൊക്കെ നോക്കിയിട്ട് നല്ലൊരു സ്മൈൽ കൊടുത്തേ. അതാ ഐശ്വര്യ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. 6 years ആയി. ആരോ ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ശാന്താരാമൻ മാമാണ്. എന്താ ചെയ്യുന്നത് ഐശ്വര്യ? ഇപ്പം BSc second year ആണ്. യെസ്. ഓക്കെ. അപ്പോൾ ഇത് പഠിത്തം പാട്ടൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം പാട്ട് പാഷനാണോ, എന്താ കരിയർ ആക്കണോ, എന്താണ് ഉദ്ദേശം? ഒരു പ്ലേബാക്ക് സിംഗർ ആവണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരുടെ കൂടെ. അതെ അതെ അതെ, ആക്കി കണ്ടസ്റ്റ് ഹെൽപ്പ് ചെയ്യാനുണ്ട് നന്നായി. അതെ. പാട്ട് പാടിയിട്ടുണ്ടോ? മുമ്പ് പാടിയിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് ഇത്തിരി നെർവസ്നെസ് ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ബാക്കി എല്ലാവരും നെർവസ് ആണല്ലോ. എല്ലാവരും ഒരു അത് മുഖത്തെ കാണിക്കാണ്ടിരുന്നാൽ മതിയല്ലോ. എനിവേസ്, ഐ എം ഷുവർ യു ഡു വെൽ ഐശ്വര്യ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹായ് അമൃത. ഹായ്. അപ്പോൾ റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ് ആണല്ലേ? യെസ്. ആദ്യത്തെ റിയാലിറ്റി ഷോ ആണോ? ആദ്യത്തെ. കോമ്പറ്റീഷൻസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? കുറേ. മലയാളം. അപ്പോൾ എന്താണ് ഡിഫറൻസ് ഇപ്പോൾ ഈ എക്സ്പീരിയൻസും ആ എക്സ്പീരിയൻസ് ആയിട്ട്? ഇവിടെ കുറേ മീൻസ് ഗ്രൂമിങ് ഒക്കെ കിട്ടും, അപ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആവും. ഗ്രൂമിംഗ് ഒക്കെ നന്നായിട്ട് എഫക്റ്റ് വരുന്നുണ്ട് അല്ലേ അതിൻ്റെ? ഇത് ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ്, അറിയാലോ? അതെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇതുവരെ? നല്ല ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്.
നികിത. ഹായ്. So, all set? യാ കൈൻഡ് ഓഫ്. നികിത പാട്ട് പഠിച്ചിട്ടുണ്ടോ? യാ ഞാൻ പഠിച്ചിട്ടുണ്ട്. 5 to 6 years പഠിച്ചിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ വജസ് കുറച്ച് ഇങ്ങനെ ബ്രേക്സ് ഒക്കെ ആയിട്ട്, പക്ഷെ പോണ്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പാട്ടിനു താളമടിക്കണം അടക്ക് പുലിയന്തികള് കരളിന്റെ കരളിലെ പാട്ട് നീങ്ങണത്. അപ്പോൾ ഈ കോമ്പറ്റീഷനെ കുറിച്ച് എന്താണ് നികിതയുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ഓൾ ദ സിംഗേഴ്സ് ആൻഡ് മെനി ഗ്രേറ്റ് ടാലൻസ് ആർ ഹിയർ. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഏജ് ബാറില്ല. അതായത് 65 year oldും അറ്റ് ദ സെയിം ടൈം 8 year oldും ഇതേ ഒരു ഷോയിലാണ്. എല്ലാവരും കമ്പീറ്റ് ചെയ്യാണ് ഇൻ എ വെരി ഹെൽത്തി കോമ്പറ്റീഷൻ. സോ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ഓൾ ഓഫ് us. പേടിയൊന്നുമില്ലല്ലോ? പേടിയുണ്ട്, പക്ഷേ അത് ഓവർകം ചെയ്യാണ്. ഇപ്പോൾ ഓരോരോ എല്ലാവരും ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് മെനി മോർ ടിപ്സ് ആൻഡ് ഗ്രൂമിങ് ഒക്കെ ആവുമ്പോൾ വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോൺഫിഡൻസ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കുതി കുതിച്ചു വരുന്നോരാറ്റു വെള്ളത്തിരയാ നടയുയർത്തണ പുലിയന്തി. So, ഫ്യൂച്ചറിൽ what is your plan? ഫ്യൂച്ചറിൽ റൈറ്റ് നൗ ഐ ഹവ് കംപ്ലീറ്റഡ് മൈ എഞ്ചിനീയറിംഗ്. സോ ഐ വിൽ സി. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് യെറ്റ് ആക്ച്വലി. പാട്ടൊരു പാഷനാണോ ഹോബിയാണോ? പാഷനാണ്. അപ്പോൾ പിന്നെ ഫ്യൂച്ചർ ഉണ്ട് പാട്ടിന് അല്ലേ? അതെ, ആ പാട്ട് വിട്ടിട്ട് ഒന്നുമില്ല. അതായിരുന്നു എനിക്ക് കേൾക്കുന്നത്. പാട്ട് വിട്ടിട്ടൊന്നുമില്ല അല്ലേ? വിട്ടിട്ടൊന്നുമില്ല. അതെ അതെ. Anyways, wish you all the best. कहना दूर क्या कीजिए दिल कह रहा उसे मयसर कर भी ഇതൊക്കെ നല്ല ആർട്ടിസ്റ്റിക് ആണല്ലോ, പാട്ടും ഡാൻസും ഒക്കെയാണ്. അപ്പൊ അമ്മയാണോ പാട്ട് പാടുന്നത്? അച്ഛൻ പാടും, അമ്മ ഡാൻസാണ്. അമ്മ ഡാൻസോ? എന്താണ് പഠിച്ചിരിക്കുന്നത്? തിരുവാതിരക്കളി കളിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഭജനയൊക്കെ പാടും. കുഴപ്പമില്ല, ഞങ്ങളിപ്പോൾ കളിപ്പിക്കില്ല. കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞോളൂ, ധൈര്യത്തോട് പറഞ്ഞോളൂ. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. മോസ്റ്റ്ലി ഞാൻ സൺഡേസിലാണ് കൂടുതൽ സമയം കിട്ടാറ്. അപ്പോൾ അപ്പോൾ തന്നെയാണ് മെയിൻലി നോക്കുന്നത്. പിന്നെ ബാക്കി ട്രാവലിംഗ് ടൈമിൽ ഇപ്പോൾ നാടൻ പാട്ടിന് വേണ്ടി പാട്ടങ്ങനെ കേട്ടിട്ട് ഫുൾ ടൈം പോകുമ്പോഴും വരുമ്പോഴും ഇങ്ങനെ കേട്ട്. Wish you all the best, Asha. Do very well and be confident and keep progressing in life. Hi, Nihit. So, you're a semi-finalist. Okay. എങ്ങനെയുണ്ട് ഫീലിംഗ്? എങ്ങനെയുണ്ട് ഫീലിംഗ്? വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈമാണ് റിയാലിറ്റി ഷോ, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. എങ്ങനെയുണ്ട് പ്രിപ്പറേഷനൊക്കെ? പ്രിപ്പറേഷനൊക്കെ വളരെ പവർഫുള്ളായിട്ട് പോകണം. പവർഫുൾ സോങ്സ് ആണ്, എല്ലാവരും ഭയങ്കര ടഫ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അത് കാരണം ഓരോരോ പെർഫോമൻസിൻ്റെ പ്രാക്ടീസ് കാണുമ്പോഴും ഒരു ടെൻഷനാണ്. നമ്മളെ നന്നാവുമോ, ഏത് നന്നാവും, കയറുമോ, ഫൈനലിൽ കയറുമോ. അപ്പോൾ ആരാണ് ഇൻസ്പിറേഷൻ? ആരാ ഇൻസ്പിറേഷൻ? എൻ്റെ അമ്മ. വൺ ആൻഡ് ഓൺലി മൈ മോം. അമ്മ പാടുവോ? അമ്മ പാടില്ല. അമ്മയ്ക്ക് പാടാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പണ്ടത്തെ കാലത്ത് അമ്മയ്ക്ക് കുറേ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലിയായിരുന്നു. ഫിനാൻഷ്യലി അത്രയൊരു കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം 6 മക്കളായിരുന്നു അമ്മ. അപ്പോൾ അത് കാരണം ഷീ ഹാഡ് എ ക്രേസ് ഓഫ് മ്യൂസിക്. ഷീ യൂസ് ടു ഹിയർ ആൻഡ് ലേൺ ആൻഡ് ഷീ യൂസ് ടു സിംഗ് ആൻഡ് ഷീ യൂസ് ടു ഗെറ്റ് പ്രൈസസ്. അപ്പോൾ അമ്മയുടെ ആ ഒരു ആഗ്രഹമാണ് എന്നിൽ നിന്നും അമ്മ സഫലീകരിക്കുന്നത്. അച്ചി മുമ്പിയാണ് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത്. കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ബോംബെ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ നാട്ടിൽ പോയി അവിടെ സെറ്റിലായി പെട്ടെന്ന് അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് ദാറ്റ്സ് ഇമ്പോസിബിൾ. നമുക്ക് ചിന്തിക്കാൻ പോലും. കാരണം നമ്മുടെ പഠിത്തവും നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. വി ആർ അപ്രൂവ്ഡ് ഹിയർ. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് പ്രേമലത അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഞങ്ങളെപ്പോലൊരു കലാകാരന്മാർക്ക് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഓഡിഷൻ വന്നപ്പോൾ ഇവിടം വരെ എത്തുന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ, ഒന്ന് തല കാണിച്ച് പോരാ, അതാണ്.
ദേവിക 35 ഫൈനൽ ഓഡിഷൻ കണ്ടസ്റ്റൻസിന് എല്ലാ സ്റ്റേജൊക്കെ കടന്ന് സെമി ഫൈനലിൽ എത്തിയല്ലേ? എങ്ങനെയുണ്ട് ഫീലിംഗ്? വെരി ഹാപ്പി. ഇതിനു മുമ്പിൽ പോകണമെന്നുണ്ട്. വിത്ത് സ്റ്റാൻഡേർഡ് ആർ യു സ്റ്റഡിങ്? ഐ മീൻ 12th സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ 12th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അമ്മയച്ഛനൊക്കെ ഒരു ബ്രേക്ക് അടിക്കുമല്ലോ. അയ്യോ 12th ഒരു ആക്ടിവിറ്റിയും പാടില്ല എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അമ്മ അച്ഛനും വളരെ സപ്പോർട്ടീവാണ്. എപ്പോഴും എന്നെ എന്താണ് ദേവികയുടെ ടാർഗറ്റ് ഈ കോമ്പറ്റീഷനിൽ? ഐ വോണ്ട് ടു ബി ദ വിന്നർ. വെരി ഗുഡ്. റൗണ്ടൊക്കെ എങ്ങനെ? ഇപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ടൊക്കെ മറ്റേ നാടൻ പാട്ട് റൗണ്ടൊക്കെ ആണല്ലോ ഫസ്റ്റ് റൗണ്ട്. നാടൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ പണ്ട്? പണ്ട് പാടിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈസി ആയിരുന്നു അല്ലേ? അല്ല, ഈസി അല്ല. ഹായ് ജന്യ. ഹായ് ചേച്ചി. ഡോംബിവിലിയിൽ നിന്നാണല്ലേ, മുംബൈയിൽ? ഓക്കെ, എത്ര കോമ്പറ്റീഷൻസ് ഇതുവരെ ഓൾറെഡി വിന്നറാണ്? ഇപ്പോൾ ഓൾമോസ്റ്റ് പറയാൻ പറ്റില്ല, കുറേ ഉണ്ട് അല്ലേ? അപ്പോൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ്, ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ തയ്യാറായിട്ട്? ഓൾമോസ്റ്റ് കുറച്ചൊക്കെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇതുവരെ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നാടൻ പാട്ടിന് നല്ല ഇത് കിട്ടുന്നുണ്ട്, ട്രെയിനിങ്. ഫീലിംഗ് പ്രൗഡ്. പാടിയിട്ടുണ്ടോ നാടൻ പാട്ടൊക്കെ പണ്ട്? ഉണ്ട്, പാടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഡിഫറൻസ് എന്താണ് അപ്പോൾ പാടിയതും ഇപ്പം ജനാർദ്ദൻ സാർ ഈ ഗ്രൂമിങ് സെഷൻ സമയത്തൊക്കെ കുറേ ഗൈഡൻസ് ഒക്കെ തന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ശരിക്കും ഒരു നാടൻ പാട്ട് ആണെന്ന് മനസ്സിലായി. അന്ന് അത്ര അറിയേണ്ടായിരുന്നില്ല. ഇപ്പോൾ ആക്ച്വലി മനസ്സിലായി എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് നാടൻ. എനിവേസ് ഓൾ പ്രിപ്പയർഡ് ഫോർ ദ ഷോ. ഇനി ഇപ്പോൾ ഫുൾ ഫൈനൽസിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അല്ലേ? അതൊന്നും എനിക്കറിയില്ല, എത്തിയാൽ നല്ലത്. ഇപ്പം അംശി മുമ്പ് ഇതുപോലത്തെ ഒരു ഷോ ആദ്യമായിട്ട് ഒരുക്കിയതാണ്. സോ വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ മുംബൈയിലൊരിങ്ങനെ മലയാളം റിയാലിറ്റി ഷോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്താ വെച്ചാൽ നാട്ടിലൊക്കെ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിപ്പ്. പക്ഷേ ഇവിടെ ആണെന്ന് വെച്ചാൽ എനിക്ക് പഠിപ്പിൻ്റെ ഒരു ഇതില്ല. എൻ്റെ പഠിപ്പും കഴിഞ്ഞു. ഐ എം ടോട്ടലി ഫ്രീ നൗ ഫോർ സിംഗിങ്. Anyways, Jenya, I wish you all the best. I'm sure Jenya വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും and I'm sure you will be in the finals. Hi Rajalakshmi. ചേച്ചി. Very sweet, you looking very pretty. താങ്ക് യു. അപ്പോൾ രാജലക്ഷ്മി പ്രൊഫഷണലി പാടുന്നുണ്ടല്ലേ? ഞാൻ പാടുന്നുണ്ട്. ഞാൻ ബോംബെയിലെ കുറേ സ്റ്റേജിൽ രാജലക്ഷ്മിനെ കണ്ടിട്ടുണ്ട് പാടുന്നത്. അതെ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റിയാലിറ്റി ഷോ ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈമാണ്. റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് ടൈമാണ്. മുംബൈയിലെ ഫസ്റ്റ് റിയാലിറ്റി ഷോ, മലയാളം റിയാലിറ്റി ഷോ ഫസ്റ്റ് ടൈം ആയിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി പഠിക്കാൻ പറ്റി. എല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ്. ഇവിടെ എല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ്. അപ്പോൾ മ്യൂസിക് തന്നെയാണോ കരിയർ ഉദ്ദേശിക്കുന്നത്? ഫുൾ മ്യൂസിക് തന്നെ. മ്യൂസിക് ടീച്ചറായിട്ടാണോ സിംഗറായിട്ടാണോ എന്താണ്? ടീച്ചറായിട്ടും വേണം, സിംഗറായിട്ടും വേണം. നാടൻ പാട്ട് റൗണ്ട് അല്ലേ ഇപ്പോൾ? ഓക്കെ. പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു അറ്റംപ്റ്റ് ചെയ്യുന്നത് നാടൻ പാട്ട്. ഫസ്റ്റ് ടൈമാണ് നാടൻ പാട്ട് അറ്റംപ്റ്റ്. ഞാൻ എപ്പോഴും ഒരു മെലഡി, ഹിന്ദുസ്ഥാനി, കർണാട്ടിക് അങ്ങനത്തെ ടൈപ്പിലുള്ള സോങ്ങാണ് നോർമലി ഞാൻ പാടുന്നത്. ആദ്യമായിട്ടാണ് ഇത് നാടൻ പാട്ട്. അപ്പോൾ സെഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഭംഗിയായിരുന്നു. എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. പഠിക്കാൻ പറ്റി. എല്ലാവരും ഭയങ്കര ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഒത്തിരി പഠിക്കാൻ പറ്റി. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. SSC, HSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കായി വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് നിരവധി കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള തുണയായി. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എന്ന പദ്ധതി വഴി 300-ലേറെ ഹൃദ്രോഗികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ സംഘടന ഇതാദ്യമായാണ് വിദ്യാഭ്യാസ സഹായവുമായി മാതൃകയാവുന്നത്. മുംബൈയിലെ ഇതര സംഘടനകൾക്ക് മാതൃകയാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഒരു കൂട്ടായ്മയെ എങ്ങനെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നിസ്വാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കാണിച്ചു തരികയാണ് ഈ ലോക മലയാളി സംഘടന. സാധാരണക്കാരായ കുട്ടികൾക്ക് നൽകുന്ന ഈ ധനസഹായം അഭിനന്ദനം അറിയിക്കുന്നുവെന്നും മറ്റ് സംഘടനകൾ മാതൃകയാക്കണമെന്നും CG വാര്യർ പറഞ്ഞു. പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ഈ ധനസഹായം നൽകുന്ന പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ അഭിനന്ദിക്കേണ്ടതുമാണ്. കാരണം മറുനാടൻ മലയാളികൾക്കിടയിൽ ഒരു പുതു സംരംഭമാണിത്.
കുട്ടികളെ കണ്ടുപിടിക്കുകയും നല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഈ രീതി മറ്റ് സംഘടനകളും പിന്തുടരാൻ ശ്രമിക്കേണ്ടതും. ഭാരിച്ച വിദ്യാഭ്യാസ ചെലവുള്ള നഗരത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് അനുഗ്രഹമായിരുന്നു സംഘടന നൽകിയ ഈ ധനസഹായം. എൻ്റെ സംബന്ധിച്ചിടത്തോളം ഞാനും ബുദ്ധിമുട്ടുന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ഇങ്ങനൊരു സംരംഭം കിട്ടിയതിൽ വളരെ വളരെ നന്ദിയുണ്ട്. ഈ സംരംഭത്തിലേക്ക് അപേക്ഷിച്ച 98% കുട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകാൻ സാധിച്ചുവെന്നും അടുത്ത വർഷവും പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും WMC ചെയർമാൻ KK നമ്പ്യാർ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഒട്ടുമുക്കാലും 98% ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. വന്നവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത കൊല്ലം പക്ഷേ അക്കാഡമിക് ബാരിയർ കുറച്ചും കൂടെ കൂടും. 70% പകരം 75 or 80% ആയിട്ട് ദാറ്റ് വിൽ ഡിസൈഡ് ആൻഡ് വിൽ കണ്ടിന്യൂ ദ സെയിം തിങ്. ജാതി മത ഭാഷ ദേശവ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസ സഹായം വിതരണം ചെയ്തുവെന്ന് സംഘടനയുടെ സെക്രട്ടറി പോൾ പറപ്പള്ളി പറഞ്ഞു. Without resorting to religion, region or caste, we have contributed to the educational upliftment of some poor children. ഇക്കഴിഞ്ഞ SSC, HSC പരീക്ഷകളിൽ 70% മാർക്ക് വാങ്ങിയ കുട്ടികൾക്കാണ് തുടർ പഠനത്തിനായി 10,000 രൂപയുടെ സ്കോളർഷിപ്പ് നൽകി WMC സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഉത്തമ മാതൃകയാകുന്നത്. WMC നടത്തിയ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം ചെയ്ത ഒരു വലിയ പ്രവർത്തനമാണ്. നിരാശ്രയരും നിരാലംബരുമായ ഹൃദ്രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി കൈരളി TVയുമായി ചേർന്ന് ഈയിടെ നടത്തിയ മെഗാ ഷോ വൻ വിജയമായിരുന്നു. ഈ സംരംഭത്തിൽ നിന്ന് സമാഹരിച്ച തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ചിലവഴിക്കുന്നത്. ഇതിനകം 300-ലധികം ഹൃദ്രോഗികളെയാണ് ഈ പദ്ധതി വഴി ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. വാടക ഇനത്തിൽ 6.5 കോടി രൂപയോളം ബാധ്യത. നവി മുംബൈയിലെ വാശി കേരള ഹൗസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള കരകൗശല വിൽപ്പനാ കേന്ദ്രം ജപ്തി ചെയ്തു. കരകൗശല വസ്തുക്കളുടെ ഷോറൂമായ കൈരളിക്കാണ് 6,47,00,000 രൂപ കുടിശ്ശിക ഈടാക്കുന്നതിനായി ജപ്തി നടപടി നേരിടുന്നത്. 2014 ഒരു ഡിഗ്രി വന്നതാണ്. ഞങ്ങളൊരു 3 കോടി സംതിങ് അടയ്ക്കാൻ. അതിപ്പോൾ 16 ആയപ്പോഴേക്കും അതിൻ്റെ വിത്ത് ഇൻട്രസ്റ്റ് സഹിതം അത് ഇത്രയും 6,47,00,000 ആയി. വർഷങ്ങൾക്ക് മുമ്പ് നരിമാൻ പോയിന്റ് ഗായത്രി ട്രസ്റ്റിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കൈരളിക്ക് ആ കെട്ടിടത്തിന്റെ ഉടമകളാണ് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെയുണ്ടായ വിധിയെ തുടർന്ന് 2006 നരിമാൻ പോയിന്റിലെ സ്ഥലം ഒഴിയുകയായിരുന്നു. 3 കോടിയോളം രൂപയാണ് വാടക കുടിശ്ശികയായി നൽകാൻ അന്നത്തെ കോടതി വിധി. 2009 വാശി കേരള ഹൗസിൽ വീണ്ടും പ്രവർത്തനം പുനരാരംഭിച്ചത്. ജപ്തി നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇനി അവധി കൊടുക്കാനാവില്ലെന്നുമുള്ള നിലപാടിലാണ് നടപടികൾക്കായി എത്തിയ ലോ ഓഫീസർ സീമയും സംഘവും. We can't wait because already there is a court order and right now we are proceeding as per the court order. ഇതിനെതിരെ കരകൗശല വികസന കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കേസ് മുന്നോട്ട് പോകണമെങ്കിൽ വൻ തുക കെട്ടിവെക്കേണ്ടതായി വരും. ഇത്രയും വലിയ തുക അടയ്ക്കാൻ കഴിയാത്തതിനാൽ പൂട്ടേണ്ട അവസ്ഥയാണുള്ളതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഞാൻ റിക്വസ്റ്റ് ചെയ്തവരോട് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് വരെ ഒന്ന് ക്ഷമിക്കൂ, അപ്പോഴേ ബോർഡ് കൂടാൻ പറ്റുള്ളൂ. പുതിയ ഗവൺമെൻറ് വന്നതുകൊണ്ട് പുതിയ MD ആണ്, എല്ലാവരും പുതിയതാണ്. പക്ഷെ അവർ അത്രയും ടൈം നമുക്ക് തരുന്നില്ല. ജപ്തി നടപടികൾ നടക്കുമ്പോഴും പുതിയതായി ചാർജ് എടുത്ത മേധാവിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മുംബൈയിലെ ജീവനക്കാർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ട്യൂൺ ഇൻ കൈരളി ആൻഡ് പീപ്പിൾ TV.